എമ്പുരാനെ കുറിച്ച് ഞാനൊരു റിവ്യൂ ചെയ്തിരുന്നു. അതിൽ തന്നെ ഈ സിനിമ ചില രാഷ്ട്രീയ സംഗതികൾ ഒളിച്ചു കടത്തുന്നു എന്ന ഒരു ആരോപണമുണ്ട് എന്ന് ഞാനതിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇറങ്ങിയ അന്നു മുതൽ ചിത്രം വിവാദങ്ങളുടെ തമ്പുരാനായിരിക്കുകയാണ്. സിനിമ മാത്രമായി കാണുക എന്നതാണ് എൻ്റെ രീതി. എന്നാൽ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളും മോഹൻലാലും തന്നെ ചില ഖേദ പ്രകടനങ്ങളുമായി വന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു നിലപാടും അഭിപ്രായവും പറയുവാനാണ് ഈ വീഡിയോ. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. മോഹൻലാൽ ഖേദ പ്രകടനവുമായി വന്നു. പൃഥ്വിരാജ് അത് ഷെയറും ചെയ്തു. എന്നാൽ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഓടി നടന്ന് പ്രൊമോഷനുമായി നടന്ന പൃഥ്വിരാജ് ഇപ്പോൾ സൈലൻ്റാണ്. പൃഥ്വിരാജ് തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്, നിർബന്ധമായും പറയേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ജനതയെ രണ്ടു തട്ടിലാക്കിയതിന് അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. പൃഥ്വിരാജ്, മുരളി ഗോപി, മോഹൻലാൽ ഇവർ മൂന്ന് പേർ ചേർന്ന് മലയാളികളെ മാത്രമല്ല മൊത്തം ഇന്ത്യയിലെ സർവത്ര ജനതയും പറ്റിച്ചു. സംശയമുണ്ടോ? ഗുജറാത്ത് കലാപം, ഗോദ്രയിലെ തീവണ്ടിയിലെ തീവെപ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിത്രത്തിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴുണ്ടായ പോലെയുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും എന്ന് അറിയാത്തവരാണോ ഇവരെല്ലാം? അതിനുള്ള ബുദ്ധി ഇല്ലാത്തവരാണോ ഇവർ എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? പൃഥ്വിരാജിനെ തന്നെ നോക്കൂ. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാരിൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ്. രായപ്പൻ എന്നൊക്കെ വിളിച്ച് അയാളെ നമുക്ക് ട്രോൾ ചെയ്യാം, അങ്ങനെ നമ്മുടെ വിഷമം തീർക്കാം, അത്രമാത്രം. പക്ഷേ അയാൾ ബുദ്ധിമാനല്ല എന്ന് നിങ്ങൾ ആരും പറയരുത്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ സംഘികൾ തീർച്ചയായും അതിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി വരും എന്നറിയാതെ നിഷ്കളങ്കമായി എടുത്തതാണോ എമ്പുരാൻ? അല്ല, അതായിരുന്നു യഥാർത്ഥത്തിൽ പൃഥ്വിരാജിന് ആവശ്യം. അതുണ്ടാക്കിയേക്കാവുന്ന ഇമ്പാക്റ്റും മീഡിയ അറ്റൻഷനും രാഷ്ട്രീയ കോളിളക്കങ്ങളും ഇതൊന്നും അറിയാതെയാണോ ഇവർ ഈ സിനിമ റിലീസ് ചെയ്തത്? പൃഥ്വിരാജിന് 2-3 അജണ്ടകളുണ്ടായിരുന്നു. അതെല്ലാം അയാൾ ഒറ്റയടിക്ക് സാധിച്ചെടുത്തു. ആദ്യം ചിത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ. റിലീസിന് മുൻപ് വരെ അണിയറ പ്രവർത്തകരെ കൂട്ടി ചെയ്തിരുന്ന പ്രൊമോഷൻ റിലീസ് ചെയ്ത ആദ്യ ഷോയ്ക്ക് ശേഷം സംഘികളും BJP-ക്കാരും സുഡാപ്പികളും ഏറ്റെടുത്തു. പിന്നീട് ഇതുവരെ അവർക്ക് പ്രൊമോഷൻ നടത്തേണ്ടി വന്നില്ല. ഒരു വശത്ത് സംഘികൾ ചിത്രത്തിനെതിരെ വരുമ്പോൾ മറുവശത്ത് സുഡാപ്പികളും ഇടതുപക്ഷവും കോൺഗ്രസും അവർ ചിത്രത്തിനൊപ്പമാണ്. സിനിമ കാണാതെ അഭിപ്രായം പറയാൻ പറ്റുമോ? അത് പറ്റുകയുമില്ല. അതുകൊണ്ട് സിനിമ കണ്ടവർ അനവധി. സംഘികൾ എതിർക്കുന്നത് കൊണ്ട് തന്നെ സിനിമ കണ്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് സുഡാപ്പികളും ഇടതന്മാരും തിയേറ്ററിൽ. അങ്ങനെ എന്താണോ പൃഥ്വിരാജ് സിനിമയുടെ വിജയത്തെക്കുറിച്ച് ആഗ്രഹിച്ചത് അത് പകുതിയിലധികം തന്നെ സാധിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ആരെങ്കിലും മോഡിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവരെ സംഖ്യയാക്കുന്ന ഒരു ഏർപ്പാട് കുറേ അധികം കാലമായി ഇവിടെ തുടരുന്നുണ്ട്. മലയാള സിനിമയിലും അതൊട്ടും കുറവല്ല. മലയാള സിനിമയിൽ ഒരു ഇടത് ലിബറൽ സുഡാപ്പി ഇടപാടുകൾ കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട് എന്ന ആരോപണവുമുണ്ട്. സുരേഷ് ഗോപിയോടോ ഉണ്ണിമൂന്നിനോടോ ഇവർ ഇടത് ലിബറൽ സുഡാപ്പികൾ കാണിക്കുന്ന തൊട്ടുകൂടായ്മ യഥാർത്ഥത്തിൽ പ്രത്യക്ഷ രാഷ്ട്രീയമുള്ള മമ്മൂട്ടിയോടോ മുകേഷിനോടോ ഗണേഷ് കുമാറിനോടോ എന്തുകൊണ്ടാണ് ഇവർ കാണിക്കാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ്. BJP രാഷ്ട്രീയം തീർത്തും വെറുക്കപ്പെടേണ്ട രാഷ്ട്രീയമാണെന്നും ഇടത് ലിബറൽ രാഷ്ട്രീയമാണ് എല്ലാ നന്മകളുടെയും കാതൽ, അവരാണ് ഹൃദയപക്ഷം എന്നുമൊക്കെ ഒരു നറേറ്റീവും അതിനനുസരിച്ച് ഒരു ഇക്കോസിസ്റ്റവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ. രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാംസ്കാരിക നായകർ, കേരളത്തിലെ ഒരുമാതിരി മുഴുവൻ മാധ്യമങ്ങളും ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ് തന്നെ. മോഹൻലാൽ എപ്പോഴോ മോഡിയെക്കുറിച്ച് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങേരെ ഇവിടുത്തെ സുഡാപ്പി ഇടത് ലിബറൽ മാധ്യമ ഇക്കോസിസ്റ്റം നേരത്തെ തന്നെ സംഖ്യയാക്കിയിട്ടുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ആ സംഖ്യ ലേബൽ തൻ്റെ സിനിമയ്ക്ക് ദോഷം ചെയ്യും എന്നറിയാവുന്ന പൃഥ്വിരാജ് വളരെ വിദഗ്ധമായി മോഹൻലാലിനെ സംഖ്യകളുടെ എതിർപക്ഷത്ത് ആക്കുന്നു. സ്വാഭാവികമായും സുഡാപ്പികൾ ഇത് ആഘോഷമാക്കുന്നു. അവരും ഇപ്പോൾ മോഹൻലാലിനെ തള്ളിപ്പറയാതെ മോഹൻലാലിനോടൊപ്പം ചേരുന്നു. സിനിമയുടെ പ്രൊമോഷന് തങ്ങളാലാവുന്ന വിധത്തിൽ അവരും എല്ലാ സഹായവും ചെയ്യുന്നു. മറ്റൊന്ന് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയമാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, പ്രത്യേകിച്ചും CAA സമരകാലത്തും ലക്ഷദ്വീപ് വിഷയത്തിലും അതുപോലെ തന്നെ 1921 മാപ്പിളക്കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരകൻ വാര്യംകുന്നനെ വെള്ളപൂശിക്കൊണ്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തപ്പോഴും ആ ചിത്രത്തിലും മുഖ്യ വേഷം ചെയ്യുവാൻ തയ്യാറായി പൃഥ്വിരാജ്. അവിടെ തന്നെ അയാളുടെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമായും തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പൃഥ്വിരാജ് എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് സിനിമ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സിനിമകളൊന്നും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും
പൃഥ്വിരാജിൻ്റെ സിനിമ രാഷ്ട്രീയം ഭംഗിയായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നതല്ലേ സത്യം? ഇവിടെയും പൃഥ്വിരാജ് അയാളുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായി പറയുന്നു, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട്. ഇതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ജനഗണമന ഓർക്കുന്നില്ലേ? അതുപോലെ തന്നെ തീർപ്പ് എന്നൊരു സിനിമ. ആ സിനിമ എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അധികം ആൾക്കാരൊന്നും ഈ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഈ കോലാഹലങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സഹായിച്ചത് സംഘികളെയും BJPയുമാണ്. അതായിരുന്നോ മുരളി ഗോപിയുടെ ഉദ്ദേശം? എനിക്ക് സംശയമുണ്ട്. ഗുജറാത്ത് കലാപം നടന്നിട്ട് 1/4 നൂറ്റാണ്ട് അടുക്കുന്നു. പുതിയ തലമുറയിൽ എത്ര പേർക്കറിയാം 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്? എത്ര പേർക്കറിയാം ഗോദ്രയിലെ ട്രെയിൻ തീ വെച്ചതിനെക്കുറിച്ച്? പത്രം പോലും വായിക്കാറില്ല ഇന്നത്തെ പുതുതലമുറ. വീണ്ടും അത് ചർച്ച ചെയ്യുമ്പോൾ അതറിയാത്തവർക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കുവാൻ ഒരു കാരണമായി ഈ സിനിമ. എപ്പോഴെല്ലാം ഗുജറാത്ത് കലാപം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഗോദ്രയിലെ ട്രെയിനിൻ്റെ തീവയ്പ് സൗകര്യപൂർവ്വം നമ്മുടെ മാധ്യമങ്ങൾ മറന്നിട്ടുണ്ട്. ഗുജറാത്ത് കലാപം ചർച്ച ചെയ്ത് മാത്രമാണ് ഇന്ത്യൻ മീഡിയ മോദിയെ പ്രധാനമന്ത്രിയാക്കിയത്. ഇപ്പോഴെല്ലാ സോഷ്യൽ മീഡിയയിലും ഗോദ്ര സംഭവമാണ് ഏറ്റവും അധികം കറങ്ങി നടക്കുന്നത്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എമ്പുരാൻ എന്ന ഈ സിനിമ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സംഘികളെയാണ് എന്ന്. ഈ സിനിമ ആകെക്കൂടെ പൊള്ളിക്കാത്തത് സുഡാപ്പികളെ മാത്രമാണ്. സംഘികളെയും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും സിനിമ വറുത്തു പൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട്. IUF എന്ന പാർട്ടി കോൺഗ്രസിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എങ്കിൽ ജതിൻ രാംദാസ് ബജ്രംഗി എന്ന ബൽരാജിൻ്റെ കാൽക്കീഴിൽ പാർട്ടിയെ എന്തിനാണ് കൊണ്ടുപോയി അടിയറ വയ്ക്കുന്നത്? ലൂസിഫറിൽ ജതിൻ രാംദാസിനെ IUFൻ്റെ രാജകുമാരൻ എന്നാണ് പറയുന്നത് തന്നെ. കോൺഗ്രസിൻ്റെ രാജകുമാരനെയാണോ ഇവർ ഇതിലൂടെ ഉദ്ദേശിച്ചത്? അന്വേഷണ ഏജൻസികളെ ഭയന്നിട്ടാണ് എങ്കിൽ ജതിൻ രാംദാസ് 5 വർഷം കൊണ്ട് പാർട്ടിയെയും പാർട്ടി സംവിധാനത്തിനെയും എത്ര വലിയ അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് കൊണ്ടുപോയി ചാടിച്ചിരിക്കുന്നത് എന്നത് കാണാതിരിക്കാൻ പറ്റുമോ? പാർട്ടിയിലെ ആരും അതിനോട് ഒരു എതിരഭിപ്രായം പോലും രേഖപ്പെടുത്തുന്നില്ല എന്നുകൂടി ഓർക്കണം. പാർട്ടിയെ രക്ഷിക്കാൻ സ്റ്റീഫൻ എന്ന ഖുറേഷി അബ്രാം തന്നെ രാംദാസിൻ്റെ മകൾ പ്രിയ രാംദാസിനെ നിയോഗിക്കുകയാണ് എന്നുകൂടി ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കണം. ഇടതുപക്ഷവും ഈ സിനിമയിൽ ഒട്ടും സേഫ് അല്ല. ഇടതുപക്ഷത്തെ കളിയാക്കുവാൻ മാത്രം കണ്ടമാനം പൈസ മുടക്കി സെറ്റൊക്കെ ഇട്ട് മെഗാ തിരുവാതിര കളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? കേരളം എന്ന ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള പാർട്ടി എന്നൊക്കെ സായികുമാർ ശിവജി ഗുരുവായൂരിനെ കളിയാക്കുന്നതും കണ്ടില്ലേ? എന്താണ് പൃഥ്വിരാജും മുരളി ഗോപിയും ചേർന്ന് പറയുവാൻ ഉദ്ദേശിച്ചത്? കേരളം എന്ന ഗോഡ്സ് ഓൺ കൺട്രി ഇനി സ്റ്റീഫൻ എന്ന ഖുറേഷി അബ്രാം പ്രിയ രാംദാസിനെ മുൻനിർത്തി ഭരിക്കും എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് എന്ത് തരം ഭരണമായിരിക്കും എന്നുകൂടി പറയാമോ? സ്റ്റീഫൻ എന്ന ഖുറേഷി അബ്രാമിന് നർക്കോട്ടിക്സ് മാത്രമേ ഒരു ഡർട്ടി ബിസിനസ് ഉള്ളൂ എന്നുകൂടി ഓർക്കണം. ബാക്കി സ്വർണ്ണക്കടത്തും പിന്നെ ആൾക്കാരെ തട്ടുക എന്നതൊക്കെ റുട്ടീൻ ബിസിനസ്സാണ്. അതല്ല, ഇനി ലൂസിഫർ 3 വരുമ്പോൾ ഖുറേഷി അബ്രാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി പുതിയൊരു നന്മ മരമായിട്ട് ഉദയം ചെയ്യുമോ? ലൂസിഫർ 3 തന്നെ വരുമോ? വന്നാൽ പ്രേക്ഷകർ അതിനെ എങ്ങനെ സ്വീകരിക്കും? എനിക്ക് സംശയമുണ്ട്. പൃഥ്വിരാജിന് ഏത് രാഷ്ട്രീയവും വിശ്വസിക്കാനും പിന്തുടരാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചരിത്ര വസ്തുതകൾ സിനിമയിലാണെങ്കിലും കാണിക്കുമ്പോൾ അതിന് ചരിത്രത്തോട് തന്നെ നീതി പുലർത്തുവാനാകണം. അത് പൃഥ്വിരാജും മുരളി ഗോപിയും മറന്നുപോയതുപോലെ തോന്നി. സിനിമയിൽ തന്നെ അന്വേഷണ ഏജൻസികളെയൊക്കെ കാണിക്കുമ്പോൾ കാട്ടേണ്ടുന്ന ഒരു അവധാനത നിരുത്തരവാദപരമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചത്. അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടൊന്നുമല്ല എന്ന കാര്യം തീർച്ചയാണ്. എന്തിനാണ് NIA പോലൊരു ഏജൻസി പ്രിയ രാംദാസിനെ കൊണ്ടുപോകുന്നത്? NIA തീവ്രവാദ കേസുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പൃഥ്വിക്കും മുരളി ഗോപിക്കും അറിയാത്തത് കൊണ്ടൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് NIA പോലൊരു ഏജൻസിയുടെ പേര് ദുരുപയോഗം ചെയ്തത്? ഈ രാജ്യത്ത് NIA അറസ്റ്റ് ചെയ്യുന്നവരെല്ലാം പ്രിയദർശിനി രാംദാസിനെ പോലെ നിരപരാധികൾ ആണെന്നാണോ നിങ്ങൾ പറഞ്ഞു വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്? സിനിമയിൽ ലഷ്കർ ഇ തയ്ബ പോലെയുള്ള സംഘടനയിൽ പോയി പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ചേരുന്നതൊക്കെ കാണിക്കുക വഴി എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് നിങ്ങൾ നൽകുവാൻ ഉദ്ദേശിച്ചത്? പോയ 7 ദിവസങ്ങൾ കൊണ്ട് കേരള ജനതയെ 2 തട്ടിലാക്കുവാൻ ഈ ചിത്രം സഹായിച്ചു. പൃഥ്വിരാജിനെ കൊണ്ട് അത്രയും സാധിച്ചു എന്ന് വേണം പറയുവാൻ. സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും വീഡിയോയുടെയും ഒക്കെ താഴെ വരുന്ന ഓരോ കമൻറ്റുകൾ കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരിക. എന്തൊക്കെ പിന്നെയും ചർച്ചയാകുന്നു. കേരള സ്റ്റോറിയും സബർമതി എക്സ്പ്രസും TP 51 വെട്ട്, 1921, പുഴ മുതൽ പുഴ വരെ, അങ്ങനെ എത്ര സിനിമകൾ, എന്തെല്ലാം വിഷയങ്ങൾ. മാത്രമല്ല സുഭാഷ്കരൻ പോലെ ഒരു നിർമ്മാതാവ് ഈ ചിത്രത്തിൽ നിന്ന് എന്തിനാണ് പിന്മാറിയത്? അതുകൂടി സുഭാഷ്കരൻ അല്ലെങ്കിൽ പൃഥ്വിരാജും മോഹൻലാലും പറയണം. പണമില്ലാത്തത് കൊണ്ടായിരുന്നു? സംശയമുണ്ട്. എന്തായാലും എല്ലാത്തിനും ഉത്തരം പൃഥ്വിരാജ് തരും എന്ന് നമുക്ക് വിശ്വസിക്കാം.
ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.